കൊല മാത്രമല്ല, കലയും ജോർജ് ഡബ്ല്യു ബുഷിന് വഴങ്ങും. കോബ്ര പോസ്റ്റ് ഒരിക്കൽ കൂടി വാർത്ത കണ്ടെത്തുന്നു, മാധ്യമങ്ങൾ ഒരിക്കൽ കൂടി അത് അവഗണിക്കുന്നു. ആഫ്രിക്കയും ഭൂമിയിലാണ്, അവിടെയും വാർത്തകളുണ്ട്. ഫിഫ്ത്ത് എസ്റ്റേറ്റ് രംഗത്തിറങ്ങുകയായി. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. ജോർജ് ഡബ്ല്യു ബുഷ് എഴുത്തിലേക്കും കലയിലേക്കും തിരിഞ്ഞിരിക്കുന്നു. US മുൻ പ്രസിഡന്റ് വരച്ച ലോക നേതാക്കളുടെ ഛായാചിത്രങ്ങൾ വൻതോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പടിഞ്ഞാറൻ പത്രങ്ങളിൽ മാത്രമല്ല, നമ്മുടെ പത്രങ്ങളിലും ബുഷിലെ കലാകാരന് നല്ല പ്രചാരമാണ്. 10-12 കൊല്ലം മുമ്പ് ബുഷ് സ്വന്തം ബ്രഷുമായി ഒതുങ്ങിക്കൂടിയിരുന്നെങ്കിൽ നുണക്കഥകൾ പറഞ്ഞ് സൃഷ്ടിച്ച ഇറാഖ് യുദ്ധവും അനേക ലക്ഷങ്ങളുടെ കൂട്ടക്കുരുതിയും ഒരുപക്ഷെ ഉണ്ടാകില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇറാഖ് എന്ന പ്രാചീന സംസ്കാര ഭൂമിയുടെ ചുടലപ്പറമ്പിൽ നിന്ന് തൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധ തിരിക്കാനാവുമോ അദ്ദേഹം പെയിൻറ്റിംഗ് തുടങ്ങിയത്? ഇറാഖിലെ കണക്കുകൾ ലോകം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. യുദ്ധക്കുറ്റവാളികളെ കാലം തിരയുന്നു. ആ സമയത്താണ് എല്ലാ സംഹാരത്തിനും അധ്യക്ഷത വഹിച്ച ബുഷ് മൻമോഹൻ സിംഗിനെയും മറ്റും വരച്ച് ലോകത്തെ കളിയാക്കുന്നത്. ഇതിന് വലിയ പ്രചാരം നൽകുന്ന മാധ്യമങ്ങൾ 4 കൊല്ലം മുൻപ് മറ്റൊരു സേവനം കൂടി ബുഷിന് ചെയ്തു കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ഡിസിഷൻ പോയിന്റ്സ് പ്രകാശിപ്പിച്ചപ്പോൾ വൻ പബ്ലിസിറ്റി നൽകി. TV ചാനലുകളിൽ അത് സ്ഥിരം ഇനമായി. 2 മാസം കൊണ്ട് 20 ലക്ഷത്തിലേറെ കോപ്പി ചെലവായി. അതേസമയം പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലെ അസത്യങ്ങൾ മറച്ചു പിടിക്കപ്പെട്ടു. ഇറാഖ് കുരുതിക്ക് മണ്ണൊരുക്കിയ കള്ളപ്രചാരണങ്ങൾ ഏറ്റുപറഞ്ഞില്ല. അതിൽ തടവുകാരെ വെള്ളത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്ന വാട്ടർ ബോർഡിംഗ് അടക്കമുള്ള മർദ്ദനമുറകളെ ബുഷ് ന്യായീകരിച്ചു. സ്വന്തം യുദ്ധക്കുറ്റങ്ങൾ മറച്ചുപിടിക്കാനുള്ള ഈ ശ്രമത്തിന് പത്രങ്ങളും ചാനലുകളും പിന്തുണ നൽകി. ഇപ്പോഴിതാ പെയിന്റിംഗ് എക്സിബിഷനും. താനൊരു സഹൃദയനാണെന്ന് തെളിയിക്കാൻ ബുഷിന് മോഹമുണ്ട്. കാരണം ഇറാഖ് യുദ്ധകാലത്തെ രഹസ്യരേഖകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഭീകരവിരുദ്ധ യുദ്ധത്തിൽ അമേരിക്കൻ രഹസ്യാന്വേഷക ഏജൻസിയായ CIA അമേരിക്കൻ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നും മർദ്ദനമുറകളെപ്പറ്റി തെറ്റായ വിവരം നൽകി എന്നും വെളിപ്പെടുത്തുന്ന ഒരു സെനറ്റ് രേഖ വാഷിംഗ്ടൺ പോസ്റ്റ് ഈയിടെ പുറത്തുവിട്ടു. ഇനി ഇതാ ഏപ്രിൽ 25-ന് മറ്റൊരു മഹാസേവനം ബുഷും കുടുംബവും അർപ്പിക്കാൻ പോകുന്നു. ജോർജ് ബുഷ് ലൈബ്രറി, മ്യൂസിയം ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ഡാളസിൽ തുടങ്ങുന്നു ബുഷ് എന്ന മനുഷ്യസ്നേഹി. press.tv.com-ലും മറ്റും ഈ നാട്യത്തെ പരിഹസിച്ച ലേഖനങ്ങളുണ്ട്. എത്ര മറച്ചാലും മറയ്ക്കാനാവാത്ത സത്യങ്ങൾ 4 പാടും ഉണ്ടല്ലോ. എഴുത്തുകാരനും ചിത്രകാരനുമായാൽ സഹൃദയനാകണമെന്നില്ല. ഹിറ്റ്ലർ രണ്ടുമായിരുന്നു. ഇങ്ങ് ഇന്ത്യയിൽ ബാൽ ഠാക്കറെ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. ബുഷ് ചിത്രകാരനാണ്. ഇവരൊക്കെ കലാജീവിതമായി ഒതുങ്ങിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് ധാരാളം. ബുഷിന് കീഴിൽ വൈസ് പ്രസിഡന്റായിരുന്ന ഡിക് ചെയിനിയും വാട്ടർ ബോർഡിങ്ങിനെ ന്യായീകരിക്കുന്നുണ്ട്. യുദ്ധക്കുറ്റങ്ങൾ മറച്ചുപിടിക്കുന്നു. കഴിഞ്ഞ മാസം ഒടുവിൽ അദ്ദേഹത്തിന് പ്രതിഷേധം നേരിടേണ്ടി വന്നു. വാഷിംഗ്ടണിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ടതോടെ 2 ഡസനോളം വിദ്യാർത്ഥികൾ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി. യുദ്ധക്കുറ്റവാളികൾക്കെതിരെ വാക്കൗട്ട് എന്ന് അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വാട്ടർ ബോർഡിങ്ങിനെയും യുദ്ധത്തെയും ഒക്കെ ന്യായീകരിച്ച് ചെയിനി ചെയ്ത പ്രസംഗത്തേക്കാൾ ലോക മനസാക്ഷിയോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു ആ 2 മിനിറ്റ് പ്രതിഷേധം. പക്ഷേ മാധ്യമങ്ങൾ ഏത് പക്ഷത്താണ്? കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആരവം അടങ്ങി. ഇനി ഫലപ്രഖ്യാപനം വരെ കാത്തിരിപ്പ്. വോട്ടിംഗ് നടന്ന ഏപ്രിൽ 10-ലേക്ക് നമ്മുടെ പ്രധാന ആനുകാലികങ്ങൾ കരുതി വെച്ച കവർ സ്റ്റോറികൾ എങ്ങനെ? നിങ്ങളുടെ ഊഹം ശരിയാണ്. മിക്ക വാരികകളും ഉന്നമിട്ടത് തെരഞ്ഞെടുപ്പിന്. ചിലത് പ്രചാരണ പ്രധാനം, ചിലതിൽ വിവരങ്ങളും ചർച്ചകളും. പകൽ കൊള്ളയ്ക്കും വർഗീയ ഫാഷിസത്തിനും എതിരെ ജനപക്ഷ ബദൽ ചിന്തവാരികയിൽ CPM പ്രകടന പത്രിക. ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ ഖുതുബുദ്ദീൻ അൻസാരിക്ക് അരിയിൽ ഷുക്കൂറിൻ്റെ ഉമ്മ അയച്ച കത്ത്. ഷുക്കൂറിൻ്റെ ജ്യേഷ്ഠൻ്റെ വെളിപ്പെടുത്തലുകൾ. വികസനത്തിൻ്റെ വായ്ത്താരി, വർഗീയതയുടെ വിഷക്കാറ്റ് തേജസ് വാരികയിൽ ലേഖനം. പിണറായി വിജയനും VM സുധീരനും ഉയർത്തുന്ന അവകാശവാദങ്ങൾ സമകാലിക മലയാളം വാരികയിൽ. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലസാധ്യതകളെപ്പറ്റി മാധ്യമം ആഴ്ചപ്പതിപ്പ്. ഗുജറാത്ത് വികസന മാതൃക ഇന്ത്യക്ക് പറ്റുമോ എന്ന് നോക്കുന്നു ഇന്ത്യ ടുഡേ. അഭിപ്രായ വോട്ടെടുപ്പ് ഫലങ്ങളാണ് ദ വീക്കിൻ്റെ കവർ. ഇന്ത്യൻ വോട്ടർമാരുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്നു ഔട്ട്ലുക്ക് വാരിക. ആർക്ക് വോട്ട് ചെയ്യും എന്ന തീരുമാനത്തിന് പിന്നിലെ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് എന്ന്. തെരഞ്ഞെടുപ്പ് ബഹളം ഒഴിവാക്കി വ്യത്യസ്തമായ മുഖലേഖനങ്ങൾ ചേർത്ത ആനുകാലികങ്ങളും ഉണ്ട്. മലയാള സാഹിത്യത്തിലെ വലിയൊരു കണ്ടെത്തൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ. ഒരു മുൻ പോലീസുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ പച്ചക്കുതിരയിൽ. റഷ്യയുടെ പുടിൻ
US സാമ്രാജ്യത്വത്തെ വെല്ലുവിളിക്കുന്നത് എങ്ങനെയെന്ന് ഫ്രണ്ട് ലൈൻ പരിശോധിക്കുന്നു. മാധ്യമങ്ങൾ ജനായത്ത വ്യവസ്ഥിതിയുടെ 4ാം തൂണായി അറിയപ്പെടുന്നു. ഫോർത്ത് എസ്റ്റേറ്റ്, ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന് സിവിൽ സൊസൈറ്റിയെ, പൊതുസമൂഹത്തെ ഇന്ന് വിളിച്ചു വരുന്നുണ്ട്. ഒരുപാട് കാലം പൊതുസമൂഹം എന്ന ഫിഫ്ത്ത് എസ്റ്റേറ്റ്, മീഡിയ എന്ന ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ഉപഭോക്താക്കൾ മാത്രമായിരുന്നു. എന്നാൽ ഏകപക്ഷീയമായ ഈ ബന്ധം ഇന്ന് മാറിത്തുടങ്ങുകയാണ്. സാമ്രാജ്യത്വങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് കരുതുന്ന പോസ്റ്റ് കൊളോണിയൽ ഘട്ടത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ രചനകളെ സമാഹരിച്ച പ്രസിദ്ധ ഗ്രന്ഥമാണ് ദ എംപയർ റൈറ്റ്സ് ബാക്ക്. പ്രജകൾ സമ്രാട്ടുകൾക്ക് മടക്കക്കത്ത് എഴുതുകയാണ് എന്ന്. അതുപോലെയാവാം പൊതുസമൂഹം 4ാം തൂണിൻ്റെ ഉപഭോക്താക്കളും ഇരകളും മാത്രമായിരുന്ന അവസ്ഥ മാറി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മറുപടി എഴുതി തുടങ്ങുന്നത്. മാധ്യമങ്ങളുടെ തനി നിറം തുറന്നു കാണിക്കാൻ വായനക്കാരും പ്രേക്ഷകരും ഒരുമ്പിട്ടിറങ്ങുകയാണ്. അധികാരപക്ഷത്തുള്ള കുറ്റവാളികളെ തുറന്നുകാട്ടാൻ ഉപയുക്തമായ ശക്തമായ ആയുധമാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ. ഗുജറാത്തിലെ നരോദ പാട്യ കൂട്ടക്കൊല കേസിൽ പ്രതികൾ പോലും ആകാതെ രക്ഷപ്പെട്ട മായ കോഡ്നാനിയും ബാബു ബജ്രംഗിയും ഒടുവിൽ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പിടിക്കപ്പെട്ടതും ശിക്ഷിക്കപ്പെട്ടതും ഓർക്കുക. ഒരു ജേർണലിസ്റ്റിന്റെ റിപ്പോർട്ടിംഗ് ആധാരമാക്കി ജഡ്ജി വിധി പറഞ്ഞ ആദ്യ സംഭവമെന്ന് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ ആശിഷ് ഖേത്തൻ അഭിമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചത് കമൽറാം സജീവിൻ്റെ ന്യൂസ് ഡെസ്കിലെ കാവ്യവും ചുവപ്പും എന്ന പുസ്തകത്തിൽ വായിക്കാം. എന്നാൽ അധികാരപക്ഷത്തുള്ള കുറ്റവാളികളെ തുറന്നു കാട്ടുന്നതിന് പകരം നിരപരാധികളെ പിടിച്ചുകൊടുക്കാൻ മാധ്യമങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഭീകരത, തീവ്രവാദം എന്നീ വാക്കുകളാണ് മാധ്യമങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതലായി ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരാൾ കൂടി അതിന് ഇരയായിരിക്കുന്നു. ഭീകരർക്ക് സഹായം നൽകിയ മെഡിക്കൽ വിദ്യാർത്ഥി അറസ്റ്റിൽ എന്ന് കേരള കൗമുദിയും മലയാള മനോരമയും മംഗളവും മറ്റും ഏപ്രിൽ 2 ചേർത്ത റിപ്പോർട്ട് നോക്കുക. അറസ്റ്റിലായത് മെഡിക്കൽ വിദ്യാർത്ഥിയെ അല്ല, ഭീകരർക്ക് സഹായം ചെയ്തയാളുമല്ല, വെറുമൊരു അടിപിടി കേസിലെ പിടികിട്ടാപ്പുള്ളി. അറസ്റ്റ് ചെയ്തത് പത്രങ്ങൾ എഴുതിയ പോലെ NIA ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലോ IBയോ അല്ല, തൃശൂർ കണ്ണമാലി പോലീസാണ്. മനോരമ ഓഫീസിന് മുൻപിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ സമരം നടത്തിയത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. വ്യാജ റിപ്പോർട്ടിന് ഇരയായി നരകിക്കുന്നവർ ഇന്ന് കുറേ പേരുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇതേ തരം തെറ്റ് വരുത്തുന്നു എന്ന് വായനക്കാർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങുകയാണ്. ആരാണ് ഈ കള്ളവാർത്തകൾ പത്രങ്ങൾക്ക് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് പത്രങ്ങൾ അവ അതേപടി പ്രസിദ്ധപ്പെടുത്തുന്നത്? മാധ്യമങ്ങളെ അവയുടെ തന്നെ ആയുധമായ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ തുറന്നു കാട്ടുന്നു ഏതാനും വായനക്കാർ. ഈ വീഡിയോ മാധ്യമങ്ങളുടെ കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സ്റ്റിംഗ് ഓപ്പറേഷൻ ഉപയോഗിച്ചുള്ള ആദ്യ പരിശ്രമമെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. ഈ വാർത്ത പല മാധ്യമങ്ങളിലും വന്നെങ്കിലും ഇതിന്റെ ഒരു ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേരളാമുദിയുടെ ഒരു ലേഖകനാണ്. അപ്പൊ നമുക്കും ഈ മാധ്യമങ്ങൾ കിട്ടും. മറുനാടൻ മലയാളി എന്ന വെബ് പത്രം കേരള കൗമുദി ലേഖകൻ പറഞ്ഞത് വിശ്വസിച്ചാണ് വാർത്ത കൊടുത്തത്. കൗമുദി ലേഖകന് ഇപ്പോഴും ഇതിലെ തെറ്റ് ബോധ്യപ്പെട്ടിട്ടില്ല. അധ്യാപകർ പഠിപ്പിച്ചാൽ പോരെ, വായനക്കാർ വാർത്ത വായിച്ചാൽ പോരെ എന്നൊക്കെയാണ് തർക്കുത്തരം. മനോരമ ഫോൺ കട്ട് ചെയ്യുന്നു അത്രേ. ഏതായാലും ഈ ഇടപെടൽ കൊണ്ടോ എന്തോ പത്രങ്ങൾ വാർത്ത മാറ്റി എഴുതുക തന്നെ ചെയ്തു. ഇന്ന് മാധ്യമപ്രവർത്തനം നിരന്തരം പാളുമ്പോൾ ഒളി ക്യാമറ എന്ന ആയുധം ജേർണലിസ്റ്റുകളെ തന്നെ തേടിയെത്തുകയാണ്. സാമ്രാജ്യങ്ങൾക്ക് പ്രജകൾ മടക്കക്കത്ത് എഴുതുന്ന പോലെ ഭീകരമാധ്യമങ്ങൾക്ക് വായനക്കാർ മറുപടി എഴുതി തുടങ്ങുകയാണ്. പൊതുസമൂഹം ആഗോളതലത്തിൽ പ്രതികരിക്കുന്നതിൻ്റെ ഒരു മാതൃക കഴിഞ്ഞയാഴ്ച കണ്ടു. ഈ പ്രതികരണമാകട്ടെ സൈബർ മാധ്യമങ്ങളെ ഉപയോഗിച്ചായിരുന്നു. ഏപ്രിൽ 7 അനോണിമസ് എന്ന ഹാക്കർ സംഘം ഇസ്രയേലി വെബ്സൈറ്റുകൾക്കെതിരെ ആക്രമണം നടത്തി. മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം. ഓപ്പ് ഇസ്രായേൽ എന്ന പേരിലായിരുന്നു പരിപാടി. ഇസ്രായേലിന്റെ മനുഷ്യത്വ വിരുദ്ധ ചെയ്തികൾ നിർത്തണമെന്ന് അനോണിമസിന്റെ വീഡിയോ സന്ദേശം ആവശ്യപ്പെട്ടു. 2000-ലധികം വെബ്സൈറ്റുകളെ ആക്രമിച്ചതായി സംഘാടകർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗുരുതരമായ ഒരു പരുക്കും അതുണ്ടാക്കിയിട്ടില്ല. 2012 നവംബറിൽ ഇസ്രായേൽ ഗസ ആക്രമിച്ച സമയത്താണ് ആദ്യമായി ഓപ്പ് ഇസ്രായേൽ രംഗത്ത് വന്നത്. പിന്നീട് ഓരോ വർഷവും ഏപ്രിൽ 7 അത് ആവർത്തിക്കുന്നു. ചില സമയത്ത് ഇസ്രായേൽ തിരിച്ചടിക്കാറുണ്ട്. അവർ തിരിച്ച് ഓപ്പ് ഇസ്രായേൽ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവവും ഉണ്ടായി. അനോണിമസിൻ്റെ ഈ പദ്ധതി കൊണ്ടുള്ള ഫലം നോക്കിയാൽ അത് വിജയിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ 5ാം തൂൺ എന്ന പൊതുസമൂഹത്തിൻ്റെ
പ്രതീകാത്മകമായ ആഗോള പ്രക്ഷോഭം എന്ന നിലക്ക് അത് അർത്ഥവത്താണ്. ഇക്കൊല്ലം ഓപ്പ് ഇസ്രായേലിന് പുറമെ അനോൺ ഗോസ്റ്റ് എന്ന മറ്റൊരു ഗ്രൂപ്പും ഏപ്രിൽ 7 സൈബർ പ്രക്ഷോഭത്തിൽ പങ്കുകൊണ്ടു. ജാക്ക് ദരീദ ദിവംഗതനായിട്ട് ഇക്കൊല്ലം 10 വർഷം തികയും. 2004 ഒക്ടോബർ 4 അന്തരിച്ച ദരീദയുടെ ഓർമ്മ പുതുക്കാൻ സർവകലാശാലകളും മാധ്യമങ്ങളും ഒരുങ്ങുകയാണ്. ഷാൻ പോൾ സാർത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും പ്രമുഖനായ ഫ്രഞ്ച് ദാർശനികനായി അദ്ദേഹം വിലയിരുത്തപ്പെടുന്നു. അൽ ജസീറ ഏപ്രിൽ 4 പ്രസിദ്ധപ്പെടുത്തിയ അനുസ്മരണക്കുറിപ്പ് ദരീദയുടെ സംഭാവനകളെപ്പറ്റി പറയുന്നുണ്ട്. ഒറ്റ വാക്കിൽ ദരീദയെ പരിചയപ്പെടുത്തണമെങ്കിൽ അത് അപനിർമ്മാണം, ഡീകൺസ്ട്രക്ഷൻ എന്ന പരികൽപ്പന രൂപപ്പെടുത്തിയ ആൾ എന്നായിരിക്കും. ഇത് തത്വശാസ്ത്രത്തിൽ മാത്രമല്ല, സാഹിത്യത്തിലും സംസ്കാര പഠനത്തിലും രാഷ്ട്രീയ വിശകലനത്തിലുമെല്ലാം വലിയ ചലനമുണ്ടാക്കി. ദരീദ 37-ാം വയസ്സിൽ 1967 ഒരുമിച്ച് പ്രസിദ്ധപ്പെടുത്തിയ 3 മൗലിക ഗ്രന്ഥ സമാഹാരങ്ങൾ താത്വിക വിശകലന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. അന്നുവരെ അരങ്ങ് ഭരിച്ചിരുന്ന ഘടനാവാദത്തെ, സ്ട്രക്ചറലിസത്തെ അത് ചോദ്യം ചെയ്തു. ഉച്ചനീചത്വങ്ങൾക്ക് ആധികാരികത കൽപ്പിക്കുന്നതാണ് സ്ട്രക്ചറലിസം എന്നും മുൻകൂട്ടി നിശ്ചയിച്ച അധികാരഘടനകൾ വ്യക്തികളുടെ കർമ്മശേഷിയെ വെല്ലുവിളിക്കുന്നതാണെന്നും അദ്ദേഹം വാദിച്ചു. പകരം എല്ലാറ്റിനെയും വിമർശരൂപേണ വിലയിരുത്തുന്ന ഒരു വിശകലന ശൈലി അദ്ദേഹം നിർദ്ദേശിച്ചു. അതാണ് അപനിർമ്മാണം. അപനിർമ്മാണം എന്നാൽ സംഹാരമല്ല, തകർക്കലല്ല, മറിച്ച് വിശകലനത്തിലൂടെ പരിമിതികൾ കണ്ടെത്തലാണ്. ഈ വിശകലന രീതി വളരെ വേഗം പ്രചാരം നേടി. മിക്ക വിജ്ഞാന ശാഖകളിലും അത് സ്വാധീനം ചെലുത്തി. 60 ഗ്രന്ഥങ്ങൾ രചിച്ച ദരീദ തന്നെ സാമൂഹിക ഉച്ചനീചത്വങ്ങളെ തിരിച്ചറിയാനും സ്ഥാപിത അധികാര കേന്ദ്രങ്ങളെ വെല്ലുവിളിക്കാനും അത് ഉപയോഗിച്ചു. നെൽസൺ മണ്ടേലയെപ്പറ്റി അദ്ദേഹം ഉപന്യസിച്ചു. വധശിക്ഷയെ നിരൂപണം ചെയ്തു. സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ചിന്താവിഷയമാക്കി. അപനിർമ്മാണത്തിൻ്റെ അർത്ഥകൽപ്പനകൾ തന്നെ വളരെ വികസിച്ചിട്ടുണ്ട്. അതിന് എതിരാളികളും ഒരുപാടുണ്ട്. 1990 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ദരീദക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകാൻ തീരുമാനിച്ചപ്പോൾ കുറേ പേർ അതിനെ എതിർക്കുകയും ബഹുമതി ബിരുദം നൽകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഭാഷാശാസ്ത്രത്തിൽ ഫെർഡിനൻഡ് ഡി സൊസോർ അവതരിപ്പിച്ച ആശയങ്ങൾ വിശാലമായ ചിഹ്നശാസ്ത്രമായും സാമൂഹിക പഠനങ്ങളായും വികസിച്ചു. മാധ്യമ പഠനത്തിൽ എഡ്വേർഡ് സെയ്ദിൻ്റെ സംഭാവനകൾ ഓറിയന്റലിസം എന്ന പരികൽപ്പനയിലൂടെ സാമ്രാജ്യത്വത്തെ തന്നെ വിചാരണ ചെയ്തു. തത്വശാസ്ത്രത്തിൽ ദരീദ രചിച്ച പഠനങ്ങളും മിക്ക സാമൂഹിക വിജ്ഞാനീയങ്ങളിലും പടർന്നിരിക്കുന്നു. അദ്ദേഹത്തോട് വിയോജിക്കാം, പക്ഷേ അദ്ദേഹത്തെ അവഗണിക്കാനാവില്ല.